എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. ഇത് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ദം ബിരിയാണി ചെയ്യുന്ന പോലെയല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്. തമിഴ്നാട് സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത്. തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി എന്ന് പറയുമ്പോൾ ചിക്കനും റൈസും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 850 ഗ്രാം ചിക്കനാണ് വേണ്ടത്. 1 കിലോ വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ലെഗ് പീസാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി മുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. അരിയില്ലാതെ വേണം ചേർക്കാനായിട്ട്. നാരങ്ങ നീര് ചേർത്ത് ചിക്കൻ ഒന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ള ഉള്ളികളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളികളാണെങ്കിൽ 1-2 ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ നമ്മളത് ക്രഷ് ചെയ്യുമ്പം അത് വലുതായിട്ട് തന്നെ കിടക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളി അല്ലിയാണ്. നമ്മളിവിടെ ഒരു 10 വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക്, വലിയ പച്ചമുളകാണ് എരിവുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയിലയുടെ വേരൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം മതി. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നിർത്തി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ഇതുപോലെ ഒന്ന് ചതച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കാം. ഇനി നമ്മളൊരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്, 3 ടേബിൾ സ്പൂൺ. റിഫൈൻഡ് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത്. നെയ്യുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സവാള ഒരുപാട് കൂടരുത്, ഇത്രയും സവാള മതിയാകും. അപ്പോൾ ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന വരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുടെ ആ കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വഴറ്റലിലാണ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ചേർക്കുന്നത്. എരിവിനായിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ പൊടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗരം മസാലയോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മളിപ്പം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഒരുപാട് മല്ലിയിലേക്ക് ഇതിൽ ചേർക്കുന്നതാണ്. അതുകൊണ്ട് മല്ലിപ്പൊടിയും കൂടെ വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് എൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പച്ച മസാലയിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് നമ്മുടെ മസാല വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറി നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി നീളത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത്. ഒരുപാട് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതി, കാരണം ഇതിലേക്ക് തൈരും നാരങ്ങാനീരും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് തക്കാളി ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ കിട്ടുന്ന തക്കാളി, ഈ തക്കാളിക്ക് അധികം പുളിയില്ല, അതുകൊണ്ട് ഞാനൊരു വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞൊന്നും പോകണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണിയിൽ തൈര് ചേർക്കും. അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയില്ലാത്തതാണ്, ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരുപാട് പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. തൈര് കൂടെ ചേർത്തിട്ട് ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ തൈരും മസാലയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ
പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ലെഗ് തന്നെ ചേർക്കണം എന്നില്ല, മുഴുവനേ ഉള്ള ചിക്കൻ പീസുകളാക്കി ചേർക്കാം. അതുപോലെ ബിരിയാണിക്ക് ചേർക്കുമ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് വേവിക്കാനായിട്ട് ആവശ്യമുള്ള 1 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. 250 മില്ലി വെള്ളമാണ് 1 കപ്പ് എന്ന് പറയുന്നത്. 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ചിക്കൻ വേവുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി ഇത് നമ്മൾ ആദ്യം തന്നെ അടച്ചു വെച്ച് വേവിക്കാനായിട്ടാണ് പോകുന്നത്. വേവിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ എടുത്തിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഇടയ്ക്ക് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ പകുതി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ്. നമ്മൾ എത്രയാണോ അരി എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരിയാണ്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വെട്ടിത്തിളപ്പിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വെട്ടിത്തിളപ്പിക്കുന്നതും അതുപോലെ തന്നെ സമയവും എല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളപ്പിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് അരി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കൈമ അരിയാണ്, അതായത് ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. ജീര റൈസിന് പകരം നിങ്ങൾക്ക് ബസ്മതി അരി എടുക്കാവുന്നതാണ്. ഏതരിയാണെങ്കിലും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ. ബസ്മതി അരിയാണെങ്കിൽ കറക്റ്റായിട്ട് അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ചെറിയ അരി ആയതുകൊണ്ട് ഞാൻ 20 മിനിറ്റാണിത് കുതിർത്ത് എടുത്തിട്ടുള്ളത്. കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് അരിയുടെ കൂടെ വീഴരുത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാടങ്ങ് മിക്സാക്കി എടുക്കരുത്. അരി ഇപ്പോൾ ബസ്മതി അരിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മല്ലിയിലയും 2-3-4 പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയില ഒരുപാട് കൂടിപ്പോരുത്. അതുപോലെ തന്നെ പുതിനയില ഞാനിവിടെ മുഴുവനെയാണ് എടുത്തിരിക്കുന്നത്, അരിഞ്ഞല്ല എടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഒന്നിൽ തൊടാതെ കുക്കായി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരിയും ഈ വെള്ളവും കൂടി നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ അരിയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തീ ഏറ്റവും കുറച്ച് വെക്കുക. സിമ്മിലാണ് നമ്മളിനി കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഒരു മൂടി വെച്ച് അടച്ച് ആണ് നമ്മളിനി ഇത് വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും ഒരു ഭാരമുള്ളൊരു വസ്തു എടുത്ത് വെക്കുക, ഇതുപോലെ ഇടികല്ലോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ തന്നെ നമ്മുടെ അടപ്പിന് ഹോളുണ്ടെങ്കിൽ അതൊന്ന് ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചും വെക്കുക. ഒട്ടും തന്നെ ആവി വെളിയിൽ പോകാത്ത രീതിയിൽ ഇത് അടച്ചു വെക്കണം. ഇനി ഇത് 20 മിനിറ്റ് ചെറു തീയിലിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കറക്റ്റ് 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റൈസും അതുപോലെ ചിക്കനും എല്ലാം നന്നായിട്ട് കുക്കായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടോ എന്ന്. ഈ കറക്റ്റ് രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ പറഞ്ഞ പോലെ തിളപ്പിച്ച് അടച്ചു വെക്കുന്നതിലാണ് ഇതിൻ്റെ വേവ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ അടിപൊളിയായിട്ട് ഈ റൈസ് വേവായി കിട്ടും. അപ്പോൾ റൈസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയിട്ടില്ല. അതുപോലെ തന്നെ നല്ലതായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന വഴി അത് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ കുറച്ച് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റൈസ് കുക്കായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ നോക്കൂ, നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൈസാണ്. ചിക്കൻ്റെ സ്റ്റോക്കിൽ വെന്ത് വന്നിട്ടുള്ള റൈസാണ്. നമ്മുടെ ദം ബിരിയാണിയെക്കാട്ടിലും റൈസിലേക്ക് നല്ല ഫ്ലേവർ ഇറങ്ങിയിട്ടുള്ളൊരു
ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് തന്നെയാണിത്. അതുപോലെ നമ്മൾ ബസ്മതി റൈസിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റ് ഈ കൈമ റൈസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളിതിന് മുൻപൊരു തലപ്പക്കട്ടി ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അന്ന് എൻ്റെ കയ്യിൽ കൈമ റൈസ് ഇല്ലായിരുന്നു, ബസ്മതി റൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നത് കുറച്ചൊരു വ്യത്യസ്തമായുള്ള രീതിയിലാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇത് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തെടുത്തിരിക്കുന്ന ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ സൺഡേയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമുക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്